Hi friends, JENY'S ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് കുട്ടനാടൻ താറാമുട്ട കറിയാണ്. വളരെ ടേസ്റ്റി ആയിട്ട് അപ്പത്തിനൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കല്ല, ഓൾ എന്ന ഓപ്ഷനും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇനി അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനൊരു 6 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പുഴുങ്ങാൻ വേണ്ടി വെക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനൊരു 3 ഇടത്തരം സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സവാള ഞാൻ നീളത്തിൽ അരിഞ്ഞതിന് ശേഷം ഞാൻ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ പെട്ടെന്നൊന്ന് വാടി കിട്ടുകയും ചെയ്യും. അത് തന്നെയല്ല, നമ്മുടെ കറിക്ക് നല്ലൊരു കൊഴുപ്പുമായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒത്തിരി അരഞ്ഞു പോകല്, ഇതിനകത്തിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയേ ചെയ്യാവൂ. ഇനി ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മൾ എങ്ങനെയാണോ സവാള കട്ട് ചെയ്തെടുക്കുന്നത് അതേപോലെ കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതിൽ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കില്ല. അതുകൊണ്ട് ഞാനൊരു 4 പച്ചമുളക് നടുവേ പിളർന്നെടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. പിന്നെ 1 തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ. പിന്നെ നമ്മുടെ കറിയിലേക്ക് ചേർക്കാൻ വേണ്ടി ഇത് അരമുറി തേങ്ങയുടെ 2ാം പാലാണ്. 1 കപ്പ് എടുത്തിട്ടുണ്ട്, ഒരു 3/4 കപ്പോളം എടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ നമ്മുടെ തലപ്പാലാണിത്. അപ്പോൾ ഇത് രണ്ടും 1ാം പാലും 2ാം പാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ട അവിടെ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഗ്രേവി തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഈ സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇനി സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ ഈ പൊടികളുടെയൊക്കെ പച്ചകുത്തിൽ മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആ 2ാം പാല് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഗ്രേവിയുടെ അനുസരിച്ച് നമുക്ക് തേങ്ങാപ്പാലിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് നമുക്ക് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. നമ്മളിത് വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം ആയി. നമുക്കിതൊന്ന് നോക്കാം. സവാളയൊക്കെ വെന്ത് നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം.
ഞാനിവിടെ ഗ്രേവി നോക്കിയപ്പോൾ ഉപ്പൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഒന്നാം പാലൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞ് നമുക്ക് കറി തിളയ്ക്കൊന്നും വേണ്ട, ഈ ചൂടോടുകൂടി തന്നെ റെഡി ആയിക്കോളും. ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയോട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുട്ടനാടൻ താറാമുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നന്നായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഏതപ്പത്തിൻ്റെ കൂടെ നമുക്കിത് കോമ്പിനേഷനായിട്ട് പോകുന്ന ഒരു കറി തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കല്ലോ, ഓൾ എന്ന ഓപ്ഷനും. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് കാണും വരെ ബൈ. അപ്പോൾ നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് ഇനിയും മാറ്റാം.